ഇറാനിൽ വീണ്ടും സമാധാനം പുലരുമോ? പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമോ? ട്രംപിന്റെ വാക്കുകൾ ലോകത്തിന് വീണ്ടും ഇത്തരം പ്രതീക്ഷകൾ നൽകുകയാണ്. പലപ്പോഴും ട്രംപ് ഇത്തരം വാക്കുകൾ പറയും, പക്ഷേ പിന്നീട് അത് സംഭവിക്കാറില്ല. അത് കൂടെയുള്ള ആളുകൾ തന്നെ ലംഘിക്കും, പ്രത്യേകിച്ച് ഇസ്രായേലും മറ്റും. ഇപ്പോൾ പറയുന്നത് 10 ദിവസത്തെ കൂടി വെടിനിർത്തൽ താൻ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ്. അതായത് ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളടക്കം ആക്രമിക്കില്ല. ഇറാന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഈ തീരുമാനം എന്നാണ് ട്രംപിന്റെ വാദം എന്നുള്ളതും പ്രധാനമാണ്. ഏപ്രിൽ 6 വരെയാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം അമേരിക്ക യുദ്ധം നിർത്താൻ മുന്നോട്ട് വെച്ച ഉപാധികൾ ഏകപക്ഷീയമാണെന്നാണ് ഇറാന്റെ വാദം. US-നും ഇറാനും ഇടയിലെ സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നത് തങ്ങളാണെന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വെടിനിർത്തൽ കാലയളവിൽ സമാധാന ചർച്ചകൾ നടത്തുമെന്നും ഇറാൻ ആക്രമണം അവസാനിപ്പിക്കാൻ അപേക്ഷിക്കുകയാണെന്നുമാണ് ട്രംപിന്റെ പ്രതികരണം. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇതിപ്പോൾ ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള പ്രസ്താവന ആദ്യമായല്ല. ഇടയ്ക്ക് 48 മണിക്കൂർ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു, പിന്നീട് 5 ദിവസത്തേക്ക് പ്രഖ്യാപിച്ചു, ഇപ്പോൾ 10 ദിവസമെന്ന് പറയുന്നു. ഇത്തവണത്തെ പ്രഖ്യാപനത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും അജണ്ട ഉണ്ടോ? ൊന്നും പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥ തന്നെയാണ്. ട്രംപ് ഇതിനു മുൻപേ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ പലതവണയായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം US-ന്റെ ഭാഗത്ത് നിന്ന് മുൻപത്തേതുപോലെ വലിയ പ്രകോപനങ്ങളൊന്നും ഇറാനിലേക്ക് ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഈ സമയം പക്ഷേ പശ്ചിമേഷ്യയിൽ സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇറാനും ഇസ്രായേലിനും ഇടയിലുള്ള ഒരു യുദ്ധമാണെങ്കിലും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ലെബനിലേക്കുള്ള ആക്രമണങ്ങളാണെങ്കിലും ഇതെല്ലാം പഴയതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കുറച്ച് മുൻപേ തന്നെ ടെഹ്റാനിലേക്ക് ഇസ്രായേലിൻ്റെ മിസൈൽ ആക്രമണം ഉൾപ്പെടെ നടന്നിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ ഈ ട്രംപിൻ്റെ പ്രഖ്യാപനത്തിന് ശേഷവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. US-ന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു ആക്രമണ ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ 10 ദിവസത്തേക്ക് കൂടിയാണ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏപ്രിൽ 6 വരെയാണ് ഈ വെടിനിർത്തൽ സമയം. ഈസ്റ്റേൺ ടൈം അനുസരിച്ച് തിങ്കളാഴ്ച, അതായത് ഏപ്രിൽ 6 തിങ്കളാഴ്ച രാത്രി 8 മണി വരെയാണ് ട്രംപ് ഈ സമയം പ്രഖ്യാപിച്ചിട്ടുള്ളത്, വെടിനിർത്തലിൻ്റെ സമയം. ട്രംപ് പറയുന്നത് ഈ സമയത്ത് സമാധാന ചർച്ചകൾ നടക്കും. ഈ സമാധാന ചർച്ചകൾക്കായി ഇറാൻ അപേക്ഷിക്കുകയായിരുന്നു. ഇറാന്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ടാണ് ഈ ഏപ്രിൽ 6 വരെ തങ്ങൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് എന്നാണ് ട്രംപ് പറയുന്നത്. ഇന്ത്യൻ സമയം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 7 പുലർച്ചെ 5:30 വരെയാണ് ഈ സമയമുള്ളത്. ഇതിനുശേഷം പിന്നീട് യുദ്ധത്തിൻ്റെ കാര്യത്തിൽ മറ്റ് തുടർ നടപടികളും മറ്റ് തീരുമാനങ്ങളും എല്ലാം ഉണ്ടാകുമെന്നാണ് ട്രംപ് പറയുന്നത്. അദ്ദേഹം ഒരു ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് വഴിയാണ് ഇക്കാര്യം ലോകത്തോട് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ നിലവിൽ ട്രംപിൻ്റെ ഈ ഒരു ഏറ്റവും പുതിയ പ്രഖ്യാപനത്തോട് ഇറാൻ്റെ പ്രതികരണം വന്നിട്ടില്ല. ഇപ്പോൾ അവരുടെ നിലവിലെ ഒരു പ്രതികരണം നമുക്ക് ലഭിക്കുന്നത് ഒരു സീനിയർ ആയിട്ടുള്ള ഇറാൻ ഒഫീഷ്യൽ റോയിറ്റേഴ്സിന് നൽകിയിട്ടുള്ള ഒരു അഭിമുഖത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറയുന്നത് US-ന്റെ ഭാഗത്ത് നിന്ന് ഒരു പീസ് പ്രപ്പോസൽ ലഭിച്ചിട്ടുണ്ട്, എന്നാൽ ഇത് തീർത്തും ഏകപക്ഷീയമാണ് എന്നാണ് ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് US-ഉം ഇറാനും തമ്മിൽ യാതൊരുവിധ ചർച്ചകളും നടക്കുന്നില്ല. US-ൽ നിന്ന് ചില സമാധാന സന്ദേശങ്ങൾ ഇറാന് ലഭിച്ചു, ചില നിർദ്ദേശങ്ങൾ ലഭിച്ചു, എന്നാൽ ഇതിനോട് ഇറാൻ തങ്ങളുടെ മറുപടിയും അതുപോലെ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ചില ഉപാധികളും മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. അല്ലാതെ നേരിട്ടുള്ള ചർച്ചകൾ ഇതുവരെ ഇപ്പോൾ ഫോൺ വഴിയാണെങ്കിലും അല്ലാതെ നേരിട്ട് മുഖാമുഖമുള്ള ചർച്ചകളാണെങ്കിലും ആരംഭിച്ചിട്ടില്ല എന്നാണ് അബ്ബാസ് അരക്ചി സൂചിപ്പിച്ചത്. ഇതിൽ ട്രംപിന്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഇറാന്റെ നേതാക്കളുമായി ചർച്ചകൾ നടക്കുന്നു, എന്നാൽ അതവർ പരസ്യമായി സമ്മതിക്കാത്തതാണ്. അത് ആ രാജ്യത്തുള്ള ജനരോഷം ഭയന്ന് തന്നെയാണ് ഇത്തരം ഒരു തീരുമാനം അവർ എടുത്തത് എന്നാണ് ട്രംപിന്റെ ഒരു വാദം എന്ന് പറയുന്നത്. എന്തായാലും നിലവിൽ ഉള്ള സാഹചര്യം അനുസരിച്ച് ട്രംപ് ഇത്തരത്തിൽ 10 ദിവസത്തേക്ക് കൂടി വെടിനിർത്തൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിനോട് ചേർത്ത് തന്നെ ട്രംപ് പറയുന്നത് ഇറാൻ തങ്ങളോട് അപേക്ഷിക്കുകയായിരുന്നു ഇത്തരത്തിൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി. അവർ ഗ്രേറ്റ് നെഗോഷിയേറ്റേഴ്സ് ആണ്. നല്ല രീതിയിലുള്ള ഒരു മധ്യസ്ഥത ചർച്ചകൾ അവർക്കിടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു നല്ല രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് ട്രംപിന്റെ വാക്കുകൾ, ട്രംപ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. ട്രംപിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. And just so we set the record straight, because I've been watching the Wall Street Journal's fake news and all these stories that get printed like, oh, I want to make a deal. They are begging to make a deal, not me. They're begging to make a deal. And anybody that saw what was happening over there would understand why they want to make a deal.
But they say, oh, we're not talking to them. Anybody would know that. And only a total fool. And they're not fools. They're very smart, actually, in a certain way. And they're great negotiators. I say they're lousy fighters, but they're great negotiators. And they are begging to work out a deal. I don't know if we'll be able to do that. I don't know if we're willing to do that. They should have done that 4 weeks ago. They should have done it 2 years ago. Or they should have done it when we first came into office, because 2 years ago they had free reign under Biden. Sleepy Joe, worst president in the history of our country. What he allowed to happen to our country at the borders, and even with a thing like this. ട്രംപിന്റെ വാക്കുകളാണ്. ഇറാന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഇത്തരത്തിലൊരു യുദ്ധവിരാമം അല്ലെങ്കിൽ 10 ദിവസത്തേക്കെങ്കിലും ഒരു യുദ്ധം നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചത് എന്നാണ് ട്രംപ് പറയുന്നത്. അജയ്, ഈ ഇതിനോട് ഇറാന്റെ പ്രതികരണം ഇതിനകം വന്നു കാണുമല്ലോ. നേരത്തെയും ഇതിനോട് ഇത്തരം കാര്യങ്ങളോട്, ഇത്തരം എഗ്രിമെന്റുകളോട്, 15 നിർദ്ദേശങ്ങളോടൊക്കെ ഇറാൻ മുഖം തിരിക്കുകയായിരുന്നു. സമാനമായി തന്നെയാണ് ഇത്തവണയും എന്ന് കരുതാം. ഇപ്പോൾ അത്തരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഔദ്യോഗികമായി ഇറാന്റെ ഭാഗത്ത് നിന്നൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഇറാന്റെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് റോയിറ്റേഴ്സ് പുറത്തുവിട്ട ഒരു വിവരം മാത്രമാണ് നിലവിലുള്ളത്. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഈ മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുള്ളത്, US മുന്നോട്ട് വെച്ച പ്രപ്പോസൽ അത് തീർത്തും ഏകപക്ഷീയമെന്ന് എന്ന് തന്നെയാണ് ഈ ഉദ്യോഗസ്ഥൻ പറയുന്നത്. അല്ലാതെ മറ്റ് ഇറാന്റെ ഔദ്യോഗിക നേതാക്കളൊന്നും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. ഔദ്യോഗികമായിട്ടുള്ള ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രസ്താവന നമുക്ക് ലഭിക്കുന്നത് ഇന്നലത്തെ അവരുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അർക്ചിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ചർച്ചകൾ നടക്കുന്നില്ല എന്നൊരു കാര്യമാണ് അവർ പറയുന്നത്. ഇപ്പോൾ നിരവധി മാധ്യമങ്ങൾ വഴി തന്നെ ഇത്തരം റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതായത് ഇറാൻ ചർച്ചകൾ നടത്തുന്നില്ല, ഇപ്പോൾ ട്രംപാണ് ഇത്തരം ചർച്ചകൾ നടത്താൻ വേണ്ടി ഇറാനെ സമീപിക്കുന്നത് എന്നാണ് പലതരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നത്. അതെല്ലാം ട്രംപ് നിഷേധിച്ചുകൊണ്ട് പറയുന്നത്, പ്രത്യേകിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞത് വാൾസ്ട്രീറ്റ് ജേർണലിൻ്റെ പേര് തന്നെയാണ്. ട്രംപ് എന്നിട്ട് പറയുന്നത് ഇതെല്ലാം തെറ്റായ വാർത്തകളാണ്, ഫേക്ക് ന്യൂസുകളാണ്, ഇറാനാണ് ഒരു ചർച്ചയ്ക്ക് വേണ്ടി തങ്ങളോട് അപേക്ഷിക്കുന്നത് എന്നാണ് ട്രംപ് ഇപ്പോൾ വീണ്ടും പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നത്, ഇറാന്റെ ഭാഗത്തു നിന്ന് ആദ്യം തന്നെ ഒരു പരാമർശം ഉണ്ടായിരുന്നത്, US ഇത്തരത്തിൽ യുദ്ധം നിർത്താൻ വേണ്ടി ഒരു അപേക്ഷ മുന്നോട്ട് വച്ചിരിക്കുന്നത് അവരുടെ സൈന്യത്തെ ശക്തിപ്പെടുത്താനും എണ്ണവില അത് നിയന്ത്രിക്കാനും വേണ്ടിയിട്ടാണ് എന്നൊരു വാദം ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നു. ഇപ്പോൾ ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള ചില റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് പശ്ചിമേഷ്യയിൽ 10,000 കരസേന സൈനികരെ കൂടി വിന്യസിക്കാൻ വേണ്ടി US ആലോചിക്കുന്നതായിട്ടാണ് നിലവിലെ റിപ്പോർട്ടുകൾ. ഇതിൽ 5,000 മറൈൻ ഉദ്യോഗസ്ഥരും 2,000 പാരാട്രൂപ്പേഴ്സും പിന്നെ 82 എയർബോൺ ഡിവിഷനിലുള്ള ഉദ്യോഗസ്ഥരെയുമാണ് ഇവിടേക്ക് വിന്യസിക്കാൻ ആലോചിക്കുന്നതായിട്ടാണ് നിലവിലെ ഒരു റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ട്രംപ് ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നത് കാണാം. അതിപ്പോൾ ടെഹ്റാനിൽ നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപേ ഇസ്രായേലിലേക്ക് ഇറാന്റെ ആക്രമണം ഉണ്ടായി. അതിലേതാണ്ട് 6ഓളം പേർക്ക് പരിക്കേറ്റതായും ഒരാൾ കൊല്ലപ്പെട്ടതായിട്ടും വിവരമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കുവൈറ്റിലേക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഷാർജയിലേക്ക് ഉൾപ്പെടെ ആക്രമണം നടന്നതായിട്ടാണ് വിവരം. ഇതെല്ലാം ഡ്രോൺ ആക്രമണങ്ങളായിരുന്നു. ഇത് ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചതായിട്ടാണ് വിവരം. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം തന്നെ ഇറാനുള്ളിലുള്ള ബാഷർ ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ഇവിടേക്കുള്ള ആക്രമണങ്ങൾ, അത് ഇനിയൊരു ആക്രമണം ഈ ഒരു ബാഷർ ന്യൂക്ലിയർ ഫെസിലിറ്റിയിലേക്ക് ഉണ്ടായാൽ അത് വലിയ അപകടം വിളിച്ചു വരുത്തും എന്നാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതൊരു മേജർ റേഡിയോളജിക്കൽ ആക്സിഡന്റിന് ഇത് കാരണമാക്കും എന്നതാണ് അവിടെ നിന്നുള്ള ഒരു പ്രത്യേക അറിയിപ്പെന്ന് പറയുന്നത്. ഇതിനിടെ പാകിസ്ഥാൻ ഇപ്പോൾ ഈ US-ഉം ഇറാനും തമ്മിൽ നടക്കുന്ന ചർച്ചകൾക്ക് തങ്ങളാണ് മധ്യസ്ഥത വഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മെസ്സേജുകൾക്ക് തങ്ങൾ ഇപ്പോൾ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് അതിന് നേതൃത്വം നൽകുന്നു. ഇതിന് തുർക്കി, ഈജിപ്ത് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ തങ്ങൾക്ക് പിന്തുണ നൽകുന്നതായിട്ടാണ് പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഇഷാഖ് ദർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ഈ ഇറാനിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മരണസംഖ്യ ഇതിനോടകം ഇറാനിൽ ഏതാണ്ട് 1937 ആയതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഈ സമയം ഇപ്പോൾ ഇസ്രയേൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇറാനിലെ ആക്രമണങ്ങളെക്കാൾ ലെബനനിലേക്കുള്ള ആക്രമണങ്ങളാണ്. തെക്കൻ ലെബനനിൽ അവർ കൂടുതൽ മേഖലകൾ ബഫർ സോണായി പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്.
ഇതിനെതിരെ ലെബനൻ ഇപ്പോൾ UN-നെ സമീപിച്ചിരിക്കുകയാണ്. തങ്ങളുടെ രാജ്യത്ത് മറ്റൊരു രാജ്യം കടന്നാക്രമണം നടത്തുന്നു, തെക്കൻ മേഖല കൈയടക്കിയെന്ന് പറയുന്നു. അപ്പോൾ ഇതിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലെബനൻ UN-നെ തീർച്ചയായും സമീപിച്ചിരിക്കുകയാണ്. അതാണ് സാഹചര്യം. പശ്ചിമേഷ്യയിൽ സംഘർഷം ഒഴിവാകുന്നതിന് ഒരു ചെറിയ സൂചനകളൊക്കെ ഇപ്പോൾ ലഭിക്കുന്നു. അത് ട്രംപിന്റെ പ്രസ്താവനയാണ് അതിലേക്ക് നയിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്.